ഞാൻ കുറേ ദിവസമായിട്ട് സോസേജ് കഴിക്കണം. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് കേട്ടോ സോസേജ്. അങ്ങനെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ട് ഞാനങ്ങനെ മേടിച്ചു. ഇതിനോടുള്ള ഇഷ്ടം തുടങ്ങിയത് എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചി ഒരു ദിവസം കൊണ്ടുവന്നായിരുന്നു. ശരിക്കും അത് കണ്ടിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് തന്നെ. ഇത് ഭയങ്കര സിമ്പിളാട്ടോ ഉണ്ടാക്കാൻ. ഞാനിങ്ങനെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിലാവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. ഇത് ഞാൻ 2 അഡീഷണൽ ചേർത്തിട്ടുണ്ട്. അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഓർഗാനിക് പൊടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതും കൂടി ഇട്ടു. അതുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ മാഗി മസാല അത് എൻ്റെ കയ്യിൽ ഇരുന്നുകൊണ്ട് പിന്നെ ഞാൻ മാഗി മസാലയും കൂടെ ആഡ് ചെയ്തു. ഇത് രണ്ടും ഇല്ലെങ്കിലും വെറും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഗരം മസാല ഇട്ടാലും മാത്രം മതി. ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടണം, കാരണം അതിൽ ഓൾറെഡി സോസേജിൽ ശകലം സോൾട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ എടുത്താൽ മതി. ഇനി അത് ഒന്ന് ഫ്രൈ ആയി വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. കളർ മാറി ഈ കളറായതിന് ശേഷം നമുക്കതങ്ങ് കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം കുറച്ച് ഉള്ളി അതിൽ തന്നെ ഇട്ടൊന്ന് വഴട്ടിയെടുത്താൽ മാത്രം മതി. ഒരു ബ്രൗൺ ആയതിന് ശേഷം അതിൽ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് അതൊന്ന് 1 മിനിറ്റോ 2 മിനിറ്റോളം വഴട്ടി അങ്ങ് എടുത്താൽ മാത്രം മതി. ചപ്പാത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.